അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പെട്ടെന്ന് ചോറൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ചോറ് വെച്ചിട്ട് നമുക്ക് ഒരു പൊറാട്ട തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു ബൗളിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പഴയ ചോറ് തലേന്ന് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളപ്പോൾ വെച്ച ചോറാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ബൗളിലത്തെ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ടയും കൂടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ചോറ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അതേ ബൗളിൽ തന്നെ ഞാൻ ഒരു കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വെള്ളമൊന്നും ചേർക്കാതെ ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ച് ഇതായി വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് കൈയൊക്കെ ഒന്ന് കഴുകുക കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് ഓയിലാക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ ഓയിൽ കയ്യിലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ 10 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊരു 2 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇത് ഒന്ന് പരത്തിയെടുക്കാം. അത് നമുക്ക് എവിടെയാണോ പരത്തിയെടുക്കുന്നത് അവിടെ കുറച്ച് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മൈദയും കൂടെ ഒന്ന് തൂകി കൊടുക്കാം. മൈദയും കൂടി തൂകി കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മാവിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് പതുക്കെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. ഈ ഒരു പൊറോട്ട നമ്മൾ വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ സമയം പൊറോട്ട ചുടുമ്പോൾ അത്യാവശ്യം സമയം പിടിക്കുമല്ലോ. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. പതുക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. താഴെ ഒട്ടിപ്പിടിക്കുക ഇതാക്കി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ പൊറോട്ട വേണ്ടത് ആ ഒരു സൈസിന് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ചെറിയ പൊറോട്ട കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുമല്ലോ അതേ രീതിയിൽ ചെറിയ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇത് പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായിട്ടുള്ള ഒരു ചട്ടിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ ചട്ടിയിൽ 2 3 ഒക്കെ ഒപ്പം ഇട്ടുകൊണ്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് കുറേശ്ശെ ഓയിലിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. കുറേശ്ശെ മതി. അപ്പോൾ ഇതാ ഇതിങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും 1 2 പ്രാവശ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. അധികം കട്ടിയൊന്നും ഇല്ലാത്ത ഒരു പൊറോട്ടയാണിത്. പിന്നെ കുഞ്ഞി പൊറോട്ടയല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ആദ്യത്തെ പൊറോട്ട ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇതെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 4 ആയ സമയത്തൊന്ന് നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ അടിച്ചെടുക്കുമല്ലോ അതേപോലെ ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൈ വെച്ചിട്ട് ആ ചൂടോടുക്കെ തന്നെ ഒന്നിങ്ങനെ അടിച്ചെടുക്കുന്നത്. നല്ല കുഴഞ്ഞ പൊറോട്ട കേട്ടോ. ഞാൻ രാവിലെ ചുട്ടിട്ട് വൈകുന്നേരമായിട്ടും ആ പൊറോട്ട നല്ല രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ. നല്ല കുഴഞ്ഞ പൊറോട്ട ആയിട്ട് തന്നെയാണ് നിന്നിനത്. അപ്പോൾ ബാക്കി ചോറൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കൂ കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എത്ര അറിയില്ല എന്ന് പൊറോട്ട ചൂടാൻ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ പോലും ഇത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ. വീശി അടിക്കേണ്ടതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പൊറോട്ടൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.